ലഹരി സംഘങ്ങളും ഉപഭോക്താക്കളും മയക്കുഗുളികകൾ തേടി മെഡിക്കൽ ഷോപ്പുകളിൽ എത്തുന്നതായി ഫാർമസിസ്റ്റുകളുടെ വെളിപ്പെടുത്തൽ. ലഹരിക്കായി ക്യാൻസർ ഗുളികകൾ ഉപയോഗിക്കുന്നുവെന്ന വയനാട് വിഷൻ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഫാർമസിസ്റ്റുകളുടെ വെളിപ്പെടുത്തൽ. മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ട ലഹരി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗുളികകൾ ചോദിച്ചുകൊണ്ട് ചെറുപ്പക്കാർ, കോളേജ് കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾക്കാണ് അല്ലെ ബന്ധുക്കൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരാറുള്ളത്. ചിലർ വരുമ്പോൾ മൊബൈലിൽ പ്രിസ്ക്രിപ്ഷൻ കാണിക്കും. അതിൽ ഡോക്ടറുടെ പേരോ ഹോസ്പിറ്റലിൻ്റെ പേരോ ഒന്നും ഉണ്ടാവില്ല, ഈ മരുന്നിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഈ ഒരു മരുന്ന് മാത്രമായിട്ട് ഡോക്ടർ എഴുതില്ലല്ലോ, അല്ല ഇത് മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നു. പക്ഷേ അങ്ങനെയുള്ള അവസരത്തിൽ ഞാനത് കൊടുക്കാറില്ല. അത് തന്നെയല്ല, ഇത്തരത്തിലുള്ള മരുന്നുകൾ, അതായത് മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ടതും മാനസിക രോഗികൾക്ക് ഉറക്കത്തിന് വേണ്ടി കൊടുക്കുന്നൊക്കെയുള്ള തരത്തിലുള്ള ഗുളികകൾ നിർബന്ധമായിട്ടും ഡോക്ടറുടെ 2 കുറിപ്പടി വേണമെന്നും, 1 ഇവർക്ക് കൊടുക്കുന്ന ബില്ലിനോടൊപ്പം മെഡിക്കൽ ഷോപ്പിൽ സൂക്ഷിക്കണം എന്നുമാണ് ഡ്രഗ് ഇൻസ്പെക്ടർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ അത്തരത്തിൽ പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിയമം അനുസരിക്കുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതും അത് മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതും. അനാവശ്യമായി വരുന്ന ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ മരുന്ന് ഞാൻ കൊടുക്കാറില്ല. പലപ്പോഴും ഞാൻ തിരിച്ചു വിടാറാണുള്ളത്. ചിലർ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കാറുണ്ട്. ചിലർ ഈ വിത്ഡ്രോവൽ സിംറ്റം ഉള്ള ആളുകൾ പോലും നമുക്കിവിടെ കാണാൻ കഴിയും. മരുന്ന് കിട്ടാതെ വരുന്ന സമയത്ത് ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയും തല്ലി തകർക്കാൻ വരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഇത്തരത്തിൽ അടിമയായിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. ചെറുപ്പക്കാർക്കിടയിൽ വളരെ രൂക്ഷമായിട്ട് തന്നെ ഇത്തരത്തിൽ ലഹരിയായി ഗുളികകൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.